വേണ്ട. അവളുമായിട്ടുള്ള ബന്ധത്തിന്റെ ശക്തി ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെ ഒന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ലാത്ത എന്റെ അച്ഛൻ ഇപ്പൊ എന്റെ ചെകിടത്തടിച്ചിരിക്കുന്നു. മനസ്സിലായി. ഇനി വിശദീകരണമൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ ആയിക്കോ. എടാ നന്ദ, നന്ദു, നന്ദു, അച്ഛനും ഞാനും തമ്മില് ഇങ്ങനൊരു തർക്കം ഉണ്ടാവുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കരുതിയതല്ല. അച്ഛനെ തല്ലുക സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കണ്ണു നിറഞ്ഞ സഹിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അച്ഛൻ. കുഞ്ഞിലെ വികൃതി കാണിക്കുമ്പോ അമ്മ എന്നെ തല്ലും. അപ്പൊ അച്ഛൻ അമ്മയെ വഴക്കുറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോ ആ അച്ഛൻ എന്നെ തല്ലി. എന്നുവെച്ചാ എന്റെ അച്ഛൻ എന്നെക്കാൾ വിലപ്പെട്ടത് ആ പെണ്ണാ. അതെനിക്ക് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയൊന്നും അല്ല നന്ദു. അങ്ങനെ തന്നെയാണ്. ഈ തല്ലില് അതൊക്കെ വ്യക്തമാണ്. ആ തനുജിക്ക് വേണ്ടി അച്ഛനെ തല്ല് മാത്രമല്ല, വേണ്ടി വന്ന കൊല്ലുകയും ചെയ്യും. എന്തൊക്കെയാ നന്ദു ഈ പറയുന്നേ? ഞാൻ പറയുന്നൊക്കെ സത്യമാണെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. നീ നോക്കിക്കോ. താമസിക്കാതെ തന്നെ അവളോടൊപ്പം അവളുടെ അമ്മ ഇവിടേക്ക് എത്തും. നന്ദു, എന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാ. ഓരോ സാഹചര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാ. അച്ഛനെ നമുക്ക് അറിഞ്ഞൂടെ. ഒരു സാഹചര്യത്തിലും അച്ഛനെ തെറ്റിദ്ധരിക്കരുത്. അച്ഛന്റെ യഥാർത്ഥ നിറം പുറത്തു വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അച്ഛനെ തെറ്റിദ്ധരിക്കുന്നില്ല. നേരത്തെ ആയിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നൊക്കെ. അച്ഛൻ നല്ലവനാണ്, മഹാനാണ്, ലോകത്ത് എന്റെ അച്ഛനേക്കാൾ നല്ലതായി മറ്റാരുമില്ലെന്നൊക്കെ. അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോ ശരിയായ ധാരണയിലെത്തി. അച്ഛൻ ആരാണെന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. അമ്മയും നമ്മളെയൊക്കെ വഞ്ചിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഒന്ന് നിർത്ത് നന്ദു. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ചുറ്റിനും ശത്രുക്കളെ നിരന്നു നിന്നപ്പോ നമുക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്ന ഒരേ ഒരാളായിരുന്നു അച്ഛൻ. നമ്മുടെ ബലവും വിശ്വാസവും ഒക്കെ അച്ഛനായിരുന്നു. ഒക്കെ അഭിനയായിരുന്നു. ഇതുപോലുള്ള കള്ളത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് മറച്ചു വെക്കാനുള്ള അഭിനയം. നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മുടെ കൂടെ നിന്നാൽ തിരിച്ച് അച്ഛന്റെ ഈ അവസ്ഥയില് നമ്മളും കൂടെ നിൽക്കുമെന്ന് കരുതി അതിനുവേണ്ടി നമ്മളെ കൂട്ടുപിടിച്ചതായിരുന്നു. പക്ഷേ ഈ വിഷയത്തില് ഞാൻ അമ്മയ്ക്കൊപ്പം ആയിരിക്കും. അമ്മയ്ക്കൊരു ഷോക്കാവണ്ടെന്ന് കരുതിയാ അച്ഛൻ അവളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ കാര്യം ഞാൻ അമ്മയോട് പറയാത്തെ. എന്റെ ചേച്ചിയുടെ കല്യാണം അലങ്കോലാക്കാനാ ആ പെണ്ണ് വന്നത്. കുടുംബത്തിന് വേണ്ടിയാ അവക്കെതിരെ പരാതി കൊടുത്തത്. എന്നിട്ട് ആരും അറിയാതെ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു. അപ്പോ അമ്പലത്തിൽ വെച്ച് അഭിനയിക്കായിരുന്നില്ല അച്ഛൻ. അതുമല്ല, നമ്മുടെയൊക്കെ അനുവാദമില്ലാതെ പരാതി പിൻവലിക്കാൻ എന്താ അച്ഛൻ അവകാശം? ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഞാൻ സംസാരിക്കാം അച്ഛനോട്. ആര് സംസാരിച്ചാലും ശരി, അച്ഛൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ. ആ പെണ്ണ് ആരാണെന്ന് കുടുംബത്തിന് മുന്നിൽ വ്യക്തമാക്കണം. എല്ലാം തുറന്നു പറയുന്നവരെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ നിലപാട്. ഈ രീതി ആര് നോക്കിയാലും മാറാനും പോകുന്നില്ല.
കാലവിത്രയായിട്ട് ഇതിനൊരു മാറ്റവും ഇല്ല അല്ലേ? അല്ല, ആദ്യ രാത്രിയിൽ പാലുമായിട്ട് കല്യാണ പെണ്ണിന്റെ ഈ വരവ്, ആ ഒരു കണക്കിന് ഈ സമ്പ്രദായം നല്ലത് തന്നെ. വധു കയ്യും വീശി വരുമ്പോഴേ ഒരു സുഖക്കുറവ്. ഇതിപ്പോ കയ്യിൽ പാലുണ്ടെങ്കിലേ മുറിയിലേക്ക് വരാൻ ഒരു കാരണമായല്ലോ. എന്തായാലും ഈ ആചാരം കണ്ടുപിടിച്ച കാരണവന്മാരുടെ ഒരു ബുദ്ധിയെ. കൊള്ളാലോ. ഗിരി ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ? പിന്നെ ഞാനെന്താ വെറും മുരടനാന്ന് വിചാരിച്ചോ? അതെ, ഈ ജീവിതം വരച്ച് ഗുണിച്ച് ഫോർമുല വെച്ച് ജീവിക്കുന്ന ഒരു വരണ്ട മനുഷ്യനാണ് ഞാനെന്ന് കരുതിയോ താൻ? ഞാനേ തമാശ കേട്ടാ ചിരിക്കും, അത്യാവശ്യം തമാശയൊക്കെ പറയും ചെയ്യും. ആകാശത്തെ ചന്ദ്രനെ കണ്ട അത് കല്ലും മണ്ണും നിറഞ്ഞ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് ഞാൻ പറയും. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോ ആ ചന്ദ്രൻ ആകാശപ്പൊയ്കയിലെ പൊന്നും തോണിയാണെന്നും നീലസമുദ്രത്തിലെ സ്വർണ്ണ അരയന്നമായും ഒക്കെ അങ്ങ് മാറും. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒട്ടും മനസ്സിലാവുന്നില്ല. അതായത് സകല വികാരങ്ങളുമുള്ള ശരാശരി മനുഷ്യനാണ് ഈ മാഷെന്നാ പറഞ്ഞത്. ഈ കണ്ണാടിക്കുള്ളിലെ കണ്ണുകളില് ഒരു കവിയുടെ കാഴ്ചപ്പാടുണ്ടെന്നല്ലേ? അത് മനസ്സിലായി. ഗിരി ആള് കൊള്ളാലോ. കൊള്ളാമോ? പിന്നെ ഇഷ്ടപ്പെട്ടു? അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ചോദിക്കുന്നത്? അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന് മറുപടി കിട്ടിയാ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്താടോ? ഗിരിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞ അത് വളരെ ചെറിയൊരു വാക്കായിപ്പോ. ഗിരി എനിക്ക് ആരാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്റെ ജീവിതം കൊണ്ടേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇന്ന് അമ്പലത്തിൽ നടന്ന സംഭവങ്ങൾ ഓർക്കുമ്പോ എനിക്കിപ്പോഴും പേടി തോന്നുവാ. ഏയ് വേണ്ട വേണ്ട, പേടിപ്പെടുത്തുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു കാര്യവും ഇന്നത്തെ രാത്രി സംസാരിക്കരുത്. ഒരുപാട് കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് പറയാൻ കൊതിച്ച വാക്കുകളില്ലേ ഈ മനസ്സിൽ? ഗിരിയോട് മാത്രം പറയാൻ കൊതിച്ച കാര്യങ്ങൾ. കണ്ടുമുട്ടിയ നിമിഷം മുതൽ ദാ ഇപ്പോ ഈ നിമിഷം വരെ മനസ്സിനുള്ളിൽ ചേർത്ത് വെച്ച സ്വപ്നങ്ങളില്ലേ? അതാ ഈ രാത്രി പറയേണ്ടത്. പ്രണയത്തിന്റെ അക്ഷരങ്ങൾ പെയ്തിറങ്ങേണ്ട ഈ രാത്രി പേക്കിനാവിന്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ല. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടി ഞാനാണെന്ന് എനിക്കിപ്പോ തോന്നുക. ഇങ്ങനെ എന്നെ ചേർത്ത് പിടിക്കുന്നതിന്, എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് എന്റെ മനസ്സിൽ എത്രയോ കാലമായി നമ്മൾ കാത്തിരുന്ന ദിവസം. ആ ദിവസങ്ങളിലെ സന്തോഷം മാത്രം ആലോചിച്ചാൽ മതി, ബാക്കിയൊക്കെ വിട്ടേക്ക്. നീ എന്റെ പെണ്ണല്ലേ, എന്റെ ജീവന്റെ പാതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗിരിയോടുള്ള എന്റെ സ്നേഹം എങ്ങനെയാ ഞാൻ പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ലെന്ന്. ഇപ്പൊ തന്നെ എന്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതെ നോക്കുവോ ഗിരി? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. നിനക്ക് വേദനിച്ച ആ വേദന എന്നെയും ബാധിക്കില്ലേ? കാരണം നീയും ഞാനും ഒന്നല്ലേ. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം കാത്തിരുന്നാൽ ആ ലക്ഷ്യം എന്തെങ്കിലും സാധിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നോടൊത്തുള്ള ജീവിതം. അല്ലല്ല, ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ
അത് നിന്നോടൊപ്പം. അതെ, ആ ലക്ഷ്യം സാധിച്ച ദിവസം ഇന്ന് ഈ കരച്ചിലും വിഷമവും പഴയ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇന്നു മുതൽ പുതിയ ജീവിതമാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ സ്നേഹങ്ങൾ. പുതിയ സ്നേഹോ എന്നുവെച്ചാ? എന്നുവെച്ചാ നമസ്കാരം. ആരാ? തനൂജയില്ലേ? ആരാ മനസ്സിലായില്ല? ഞങ്ങളൊരു പരിചയക്കാരാ. ഇവരൊരുമിച്ച് പഠിച്ചതാ. കാണാനാ. തനൂജ എന്ന് വിളിക്കുവോ? അവൾ ഇവിടെ ഇല്ല. അയ്യോ, കണ്ടിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എവിടെ പോയെന്നറിയോ? കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നവരാണോ അതോ സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണോ? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, ദേ മോള് വരുന്നുണ്ട്. എടാ, എല്ലാം കവർ ചെയ്തോണം കേട്ടോ. ഇതെന്തിനാ ഈ ക്യാമറയൊക്കെ? അതൊക്കെ പറയാം. എടാ, എടുത്തോ. ഹായ് തനുജ. ആരാ നിങ്ങള്? ഞാനിന്നലെ അമ്പലത്തിലുണ്ടായിരുന്നു. ഗ്ലോബർ ചുപ്രു. തനുജയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇയാള് പിന്നെ ഇവരൊരുമിച്ച് പഠിച്ചവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണോ? പുറത്തിറങ്ങ. ഇറങ്ങാനല്ലേ പറഞ്ഞേ? അത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടോ പടം. ക്യാമറ ഓഫ് ചെയ്. ക്യാമറ ഓഫ് ചെയ്യടോ. എടാ, ക്യാമറ ഓഫ് ചെയ്യ്. എടാ, ചോദിച്ചിട്ടൊക്കെ വേണ്ടടാ വീഡിയോ എടുക്കാൻ. സോറി മാഡം. നിങ്ങൾ പൊയ്ക്കോ. പോ, ഇറങ്ങ. ഒരു മിനിറ്റ്. നിങ്ങളോടല്ലേ പുറത്തിറങ്ങാൻ പറഞ്ഞേ? മാഡം, അത് പിന്നെ ഒരു കാര്യം. ഇറങ്ങാൻ പറഞ്ഞില്ലേ? ഒരു മിനിറ്റ്. തനൂജ എന്തിനാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? കാശിന് വേണ്ടിയായിരുന്നില്ലേ? അതെന്തിനാ താൻ അറിയുന്നേ? അത് ഞാനും സിദ്ധാർത്ഥൻ ചന്ദ്രത്തും തമ്മിലുള്ള കാര്യം. അതെ, എന്നാലും എടാ, തന്നോടല്ലേ പോകാൻ പറഞ്ഞേ? രണ്ടെണ്ണം ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഞങ്ങൾ ഇറങ്ങാം മാഡം. ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളാം. തനൂജ ഇന്നലെ കല്യാണ സ്ഥലത്ത് വളരെ ബോൾഡ് ആയിട്ടാണ് പ്രതികരിച്ചത്. പോലീസിനെ വിളിച്ചിട്ടും ഭയന്നില്ല. ഇത്ര തന്റെ ഇടത്തോടു കൂടി പ്രതികരിക്കണമെങ്കിൽ ന്യായം തനൂജയുടെ ഭാഗത്താണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ തനൂജയെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം സിദ്ധാർത്ഥ സാർ കാര്യങ്ങൾ അങ്ങ് തിരിച്ചു. എടാ, ഇയാൾ കൂടുതൽ സംസാരിക്കണ്ട. ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കൊള്ളണം. ഒന്ന് ഇറങ്ങിത്തരൂ പ്ലീസ്. നിർത്ത്. സിദ്ധാർത്ഥൻ സാറ് കാര്യങ്ങളൊക്കെ തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്താ അയാൾ പറഞ്ഞത്? തനൂജ ഭയങ്കര തട്ടിപ്പുകാരിയാണെന്ന് ഭീഷണിപ്പെടുത്തി കാശ് തട്ടിയെടുക്കാൻ നടക്കണം. കാശ് കിട്ടിയില്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ? അയാൾ അങ്ങനൊക്കെ പറഞ്ഞോ? ആ, പിന്നെ പറയാതെ. തനുജ ഒരു കള്ളിയാണെന്നാ അവിടെയുള്ളവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. അതെ, സാർ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ പൊക്കി ഇറങ്ങാനാ പറഞ്ഞേ. എടാ, ഇറങ്ങാൻ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഏയ് നിർത്ത്. ഇവർക്ക് കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്ക. മോളെ ചെല്ല്. അച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നവും. ഇവരൊന്ന് പറഞ്ഞേക്ക്. എനിക്ക് ഇവരോട് സംസാരിക്കണം. വേണ്ട മോളെ. ചായ എടുക്കാനല്ലേ പറഞ്ഞത്? മോളെ പറയണം, മനസ്സിലാക്ക. പോകാൻ. മോളെ പോയി ചായ എടുത്തിട്ട് വാ. പോയേ.
എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കണം. നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യും. പെട്ടെന്നാട്ടോ. വീട്ടിൽ കാണുള്ളൂ. എന്താ സുജാതെ? ഏട്ടൻ ഇത് എവിടെയാ? ഞാനിവിടെ ചായക്കടയിലുണ്ട്, ഒരു ചായ കുടിച്ചോണ്ട് നിൽക്കുക. എന്താ, നിനക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് തെളിവെടുപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ജീവിതയാത്രയിൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, തനൂജ. നമസ്കാരം. നമസ്കാരം. തെളിവെടുപ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാം. ഞാൻ തനൂജ. നിങ്ങൾ പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? ക്യാമറയുമായി രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ? എന്തിന്? ആ സിദ്ധാർത്ഥ സാറിനെ പറ്റി അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. തനൂജയ്ക്ക് അവരോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവരെ പിടിച്ചിരുത്തിയിരിക്കുക. എന്നിട്ട് ദേഷ്യത്തിൽ മീഡിയയിൽ പറ്റി അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് പണിയെ കാണിച്ചത്? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. നീ പെട്ടെന്ന് അവരെ ഇറക്കി വിട്ടേ. അവിടെ വെച്ചോ, ഞാൻ ദേ വരുന്നു. ഒന്ന് വേഗം വാ. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കിനി പറയാനില്ല. ഇതെന്റെ ഭാവി ജീവിതമാണ്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയാം. നിർത്തടോ. എന്നെ ഒന്ന് മനസ്സിലാക്കണം. മതി. എഴുന്നേക്ക്. ചേച്ചി. നിന്റെ ക്യാമറ തൂക്കി എഴുന്നേക്കടാ നീ. കഴിഞ്ഞു. കൊണ്ട് പോട നിന്റെ ക്യാമറ. കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഒരു മാത്രം അതേയില്ല. വേണ്ട, ഇവിടെ നിൽക്കണ്ട. ഇറങ്ങി പുറത്ത്. ആരവിടെ? ചേച്ചി പോടാ. കഴിഞ്ഞു ചേച്ചി. പോവാനല്ലേ പറഞ്ഞു. എടാ ഓടിക്കോടാ. എടാ വണ്ടി കിട്ടാ. ആരാ നീ? എന്തിനാ എന്റെ വീട്ടിൽ ഇവരെല്ലാം വീഡിയോ പിടിച്ചിരിക്കുക. അവനൊന്ന് ക്യാമറ പിടിച്ചു വെച്ചേ. ഇവനാ ഓരോ ചോദ്യങ്ങളൊക്കെ വന്നത്. ഞാനൊന്ന് കേറട്ടോ. തനുജേ, നീ എന്താ അവരോട് പറഞ്ഞത്? എനിക്ക് പറയാനുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? എന്ത് കള്ളാ നീ അവരോട് പറഞ്ഞത്? ഇല്ല, സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നാളെ ലോകം അറിയേണ്ട സത്യം മാത്രം. ഏട്ടാ, അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ഒരൊറ്റ ഒരുത്തിയാ മോളെ ഇങ്ങനെ ആക്കിയത്. ഈശ്വര, എല്ലാം തകർത്തല്ലോ. അവളുടെ ഒരു ഇന്റർവ്യൂ. ഈശ്വര, അവൾ എന്തൊക്കെയായിരിക്കും വിളിച്ചു പറഞ്ഞത്? ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അമ്മേ. മോക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഇഷ്ടം എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. എന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞു വന്ന് അടുത്ത ദിവസം തന്നെ എന്റെ അവകാശങ്ങൾ അങ്ങ് തട്ടിയെടുക്കാന്നാണോ? അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആഹാ, എനിക്കുണ്ട് ഇനി ഇവിടെ അവകാശം. അത് കിട്ടിയില്ലെങ്കിലേ ഞാൻ പിടിച്ചു വാങ്ങും. അത് കൊള്ളാലോ. അതിനൊക്കെ അവസരം തരാം, ധൃതിപ്പെടാതെ. ഒരു 2 ദിവസം കഴിയട്ടെ. ഇന്ന് തന്നെ അടുക്കള കയറി ജോലി ചെയ്താലേ അയലോക്കക്കാര് പറയും കടുപ്പം പിടിച്ച അമ്മായിന്ന്. മരുമോളെ അടുത്ത ദിവസം തന്നെ പീഡിപ്പിച്ചു തുടങ്ങിയെന്ന്. പറയുന്നവരെന്തോണോ പറഞ്ഞോട്ടെ അമ്മേ. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് പറഞ്ഞത് ഞാനല്ല, അമ്മയുടെ മോൻ തന്നെയാ. അല്ല, അതല്ലേ ശരി. അത് തന്നെ ശരി. അമ്മേ, ഞാൻ ഗിരിക്ക് ചായ എടുക്കട്ടെ? ഗിരിക്ക് മോക്കുള്ള ചായ അമ്മ ഇട്ടു. പിന്നെ ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താ രജനി? രാവിലെ അമ്മായിമ്മ പോരാണോ? ആഗിരി എന്നെ അടുക്കള പണി ചെയ്യിക്കില്ല എന്നാ ടീച്ചർ പറയുന്നത്. ആണോ? എന്നാ പിന്നെ നീ അടുക്കള കയറണ്ട. അമ്മയുടെ വാക്ക് തെറ്റിക്കാൻ ഞാനില്ലേ. ഒന്ന് പോടാ മോളെ. ഗിരിക്ക് ചായ എടുക്ക്. രാവിലെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയത്. രജനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞതുമില്ല. ഹേയ്, അതെ, ഇവിടെ ഉള്ള എന്താണെങ്കിലും അവള് കഴിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ ഇറങ്ങി വരൂ.
അതേ, എന്റെ ചായയുടെ ടൈം കുറച്ച് മാറിപ്പോയി കേട്ടോ. എന്താ? രാവിലെ ഈ ചായക്കൊപ്പം പത്രം കൂടെ കൊണ്ടുവന്നിട്ട് വേണം കുടുംബിനികൾ ഭർത്താവിനെ വിളിച്ചുണർത്താൻ. അയ്യടാ, എന്നാ ആരാ പറഞ്ഞേ? ആ, അതങ്ങനാ. കണവനെ കൺകണ്ട ദൈവം കേട്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ ഭർത്താവാണ് ദൈവം. രാവിലെ ഭർത്താവിന്റെ കാലിൽ തൊട്ട് തൊഴുതു വേണം ഭാര്യ ദിവസം ആരംഭിക്കാൻ. ഭർത്താവിന് എന്ത് ആഹാരമാണോ ഇഷ്ടം അത് വേണം ഉണ്ടാക്കാൻ. കുളിച്ചു കഴിഞ്ഞ തലമുടിയിൽ തോർത്തു ചുറ്റി വേണം അടുക്കളയിൽ കയറാൻ. ദാ ഇതുപോലെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താലി തൊട്ട് കണ്ണിൽ വെക്കണം. അങ്ങനെയാ ഉത്തമ ഭാര്യമാര്. അപ്പോ ഉത്തമ ഭർത്താക്കന്മാരോ? ഭാര്യ തയ്യാറാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഉപ്പ് കുറവ്, എരിവ് കുറവ്, ഇങ്ങനെയൊക്കെ കുറ്റം പറയാ. നിനക്കിവിടെ എന്താ ജോലി എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. കൂട്ടുകാരും കുടുംബക്കാരൊക്കെ വരുമ്പോ സ്വന്തം ഭാര്യയെ മണ്ടിയായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെ കുറെ കലാപരിപാടികളുണ്ട് ഭർത്താക്കന്മാർക്ക്. ഇത്രയും കളിയാക്കിയാണോ ഒക്കെ പറഞ്ഞതെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ. എന്താ? ഗിരിക്ക് ഇതൊക്കെ തമാശയായിരിക്കും. പക്ഷേ ഗിരി ഇന്നലെ എന്റെ കഴുത്തിലെണീച്ച ഈ താലി എന്റെ ജീവനാ. എത്ര കളിയാക്കിയാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ താലി കണ്ണി വെച്ചു പോവും. എന്നെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരും വേണ്ടാന്ന് തീരുമാനിച്ച് ജീവിച്ച ആള്. എന്റെ ജീവിതത്തില് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് വില തന്ന് എന്നെ സ്വീകരിച്ച ആള്. എന്നിട്ട് ചെയ്തതൊന്നും വലിയ കാര്യമാണെന്നൊന്നും പറയാതെ എനിക്കാണ് നേട്ടമെന്ന് പറഞ്ഞ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ആള്. ആ ആള് കെട്ടിയ ഈ താലി കണ്ണിൽ വെക്കുന്നതേ ആ ആൾക്ക് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹമാ. ഞാനത് ചെയ്യും. അപ്പൊ ഞാനൊരു സംഭവം അല്ലേ? തമാശയാക്കണ്ട. ഗിരി ഒരു സംഭവം. ഗിരി ഒരു സംഭവം ആയതുകൊണ്ടാ ഇന്നലെ നമ്മുടെ കല്യാണം സന്തോഷത്തോടെ നടന്നേ. അല്ലായിരുന്നെങ്കിൽ അമ്പലത്തിൽ വെച്ച് ആ പെണ്ണ് ബഹളം വെച്ചതിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ചടങ്ങ് നടത്തുമായിരുന്നുള്ളൂ. അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഗിരി. രജനി ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു? ഇല്ല, കുറച്ച് കഴിയട്ടെ. ഏയ്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മയോ മറ്റോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ വലിയ വെപ്രാളൊന്നും കാണിക്കണ്ട. അത് സാറ് തന്നെ തീർത്തോളും. എല്ലാവരും കൂടെ ഇടപെട്ട് അതൊരു സംഭവമാക്കണ്ട. അതങ്ങ് താനെ തീരട്ടെ. കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? ഇല്ലാന്നേ, ഞാനല്ലേ കൂടെ ഉള്ളത്. സമാധാനായിട്ടിരിക്കെ. ഗിരി എന്റെ ധൈര്യം. അല്ല, താനും ചായ എടുക്ക്. ഞാൻ എടുത്തു തരണോ? അയ്യോ വേണ്ടേ, ഞാൻ എടുത്തോളാം. അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? രജനി ചേച്ചി ഇല്ലാത്ത എന്റെ പ്രയാസമല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട്. വീട്ടിലൊരു മൂകത പോലെ. പക്ഷേ രജനി ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. നേരാ, ഒരു നല്ല ജീവിതം തന്നെ അവൾക്ക് കിട്ടിയത്. എന്റെ ദുരഭിമാനം വച്ചിട്ട് ഈ കല്യാണം നേരത്തെ ഞാൻ എതിർത്തു. പക്ഷെ പിന്നീട് മനസ്സിലായി ഞങ്ങളുടെ മരുമകനായി ഗിരീഷിന് മുകളിൽ മറ്റൊരാളെ കിട്ടില്ല എന്ന്. പക്ഷെ രചനയില്ലാതെ ഈ വീടിന് പെട്ടെന്നുണ്ടായ ശൂന്യതയിൽ നല്ല വിഷമമുണ്ട്. പെൺമക്കളുടെ കല്യാണം കഴിയുമ്പോൾ എല്ലാ അമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ദേവികയുടെ അമ്മയും ഇതിനേക്കാൾ ഏറെ വിഷമിച്ചിട്ടുണ്ടാവും.
കൺവെട്ടത്ത് തന്നെ നിന്നിട്ട് മാറിപ്പോകുമ്പോൾ ഉള്ള വിഷമം, ചെന്ന് കയറുന്ന വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക, അവർക്ക് അവളെ ഇഷ്ടപ്പെടുവോ, അവൾ അവിടെ പൊരുത്തപ്പെടുവോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും. അതിലൊന്നും ഒരു സംശയവും വേണ്ടമ്മേ. രജനി ചേച്ചി അവിടെ നല്ല ഹാപ്പി ആയിരിക്കും. അതുപോലെ അവർക്കും രജനി ചേച്ചി വലിയ കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ കല്യാണ സമയത്ത് നടന്ന സംഭവങ്ങളിൽ ഗിരീഷിന്റെ വീട്ടുകാര് ദേഷ്യത്തിലായിരിക്കും. ആ പെണ്ണ് വന്ന് കയറി സന്തോഷമൊക്കെ നശിപ്പിച്ചില്ലേ? എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ, അമ്മ ഇത് മറക്കണം. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും എനിക്ക് വ്യക്തമായ ഉത്തരം വേണം. എന്നാലേ എന്റെ മനസ്സ് ശാന്തമാവൂ. കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് സിദ്ധുവാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.